പ്രദീപ് സർ, ചെറുപ്പക്കാരിൽ പ്രത്യേകിച്ചും സ്ത്രീകളിൽ തൈറോയ്ഡ് ക്യാൻസർ കൂടുതലായി കാണപ്പെടാറുണ്ട്. അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്തൊക്കെയാണ്? അതിൻ്റെ എന്തെങ്കിലും പാർശ്വഫലങ്ങളുണ്ടോ? തൈറോയ്ഡ് ക്യാൻസർ ചെറുപ്പക്കാരിൽ കൂടി വരുന്നു എന്നുള്ള ശരിയാണ്. ഗ്ലോബലായിട്ട് തന്നെ വേൾഡ് വൈഡ് തൈറോയ്ഡ് ക്യാൻസർ വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന കാലം. അതിൻ്റെ എക്സാക്ട് റീസൺ പറയാൻ ബുദ്ധിമുട്ടാണ്. റേഡിയോ ആക്റ്റീവ് ഫോളോ ഔട്ടൊക്കെയാണ് എൻ്റെ കാര്യങ്ങളായിട്ട് പറയുന്നത്. എനിവേ അത് നിൽക്കട്ടെ. ഈ ക്യാൻസറിന് ഒരു വിശേഷമുള്ളത്, നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞ് ചികിത്സയും കൊടുക്കാൻ കഴിഞ്ഞ് ഏകദേശം 100% ക്യൂർ കിട്ടുന്നൊരു ക്യാൻസറാണ്. അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ച് ഇതിൻ്റെ കണ്ടുപിടിക്കാൻ പറ്റണം. കൊച്ചുകുട്ടികളുടെ കാര്യം എടുത്താൽ കഴുത്തിൽ ഡിഫ്യൂസ് സ്വെല്ലിങ്, തൈറോയ്ഡ് രണ്ട് സൈഡിലും ഒരുപോലെ മുഴിച്ചു വരുന്നത് പലരിലും കാണുന്ന കാര്യം. അത് ഒരു പുഴയായിട്ട് കുട്ടികളിൽ വരാറില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആദ്യം ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യണം എന്നാണ് കണക്ക്. എഫിനേസിയോ അൾട്രാസൗണ്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് ക്യാൻസർ അല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷമേ ബാക്കി എന്തിനും പോകാൻ പാടുള്ളൂ. ഏകദേശം അഡൽട്ടിന് മുഴയായിട്ടാണ് കൂടുതലും കാണാറ്. ഒരു മുഴയായിരിക്കാം, പല മുഴകൾ കാണാം. ഒരു മുഴയായിട്ടാണ് കാണുന്നതെങ്കിൽ റിസ്ക് കുറച്ച് കൂടുതലാണ്. മൾട്ടി നോഡുലാർ എന്ന് പറയുന്നതിൽ റിസ്ക് ഇപ്പോൾ കുറവുമാണ്. ഇങ്ങനെ കാണുന്ന ക്യാൻസേഴ്സ് നമ്മൾ ആ മുഴ കാണുമ്പോൾ തന്നെ വെച്ചുകൊണ്ടിരിക്കാതെ ഏതെങ്കിലും സർജനെയോ ആരാന്ന് വെച്ചാൽ കണ്ട് അതിനുള്ള ടെസ്റ്റുകൾ ചെയ്യണം. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യുന്ന അൾട്രാസൗണ്ട്, എഫിനേസിയാണ് ഇപ്പോൾ കൂടുതൽ വരുന്നത്. പണ്ടത്തെ മാതിരിയുള്ള സ്കാനുകളൊന്നും ആ സമയത്ത് ചെയ്യാറില്ല, പിന്നീട് വേണ്ടി വന്നാൽ മാത്രം. അതിൽ അൾട്രാസൗണ്ടിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. കട്ടിയുള്ള മുഴ, വെറും ലിക്വിഡ് മാത്രമാണെങ്കിൽ അതിന് വലിയ കുഴപ്പമില്ല. കട്ടിയുള്ള മുഴയിൽ കുറച്ച് ഫൈൻഡിങ്സ് ഉണ്ട്, ലെന്ത് കൂടുതൽ, വീതി കുറവ്, ഇങ്ങനെയൊക്കെയുള്ള ആ മുഴകളിൽ നമ്മളൊരു എഫിനേസി അൾട്രാസൗണ്ട് ഗൈഡഡായിട്ട് എടുക്കാമെങ്കിൽ വളരെ നല്ലത്. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ക്യാൻസർ ആണോ ഇല്ലയോ എന്നുള്ളത് വളരെ നേരത്തെ തന്നെ അറിയാൻ പറ്റും. ആ അൾട്രാസൗണ്ടിനും എഫിനേസിക്കും ഗ്രേഡിംഗ് ഉണ്ട്. ആ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് ക്യാൻസറിൻ്റെ റിസ്ക്കും കൂടുതലാവുകയാണ്. ഇത് ചികിത്സ എങ്ങനെയാണെന്ന് ചോദിച്ചല്ലോ. അത് ചികിത്സ പ്രധാനമായിട്ടും ഓപ്പറേഷൻ തന്നെയാണ്. സർജറി തന്നെയാണ് എൻ്റെ പ്രധാന ചികിത്സ. സർജറി ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാമെന്നുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. സർജറി ചെയ്ത് കഴിയുന്നിടത്തോളം മാറ്റുക. ശ്രദ്ധിക്കേണ്ടത്, സർജറി ചെയ്ത് നമ്മുടെ കഴുത്താണ്, ഇത്രേ ഉള്ളൂ. അപ്പോൾ അതിലൂടെ ഞരമ്പുകൾ, രക്തക്കുഴൽ, ഇങ്ങനെ പലതും പോകുന്നുണ്ട്. അതിനൊന്നും ഡാമേജ് വരാത്ത രീതിയിൽ സ്വല്പം അനുഭവ സമ്പത്തുള്ള ഒരു സർജൻ തന്നെ ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ലാതെ സർജറി കഴിഞ്ഞാൽ പേഷ്യൻ്റ് വരും. ശബ്ദമൊക്കെ ഇൻടാക്റ്റ് ആയിരിക്കും, ബ്രീത്തിങ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ട്യൂബൊന്നും ഇടേണ്ടി വരില്ല. ഇങ്ങനെയുള്ളൊരു സർജറി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് തൈറോയ്ഡ് ബാക്കിയിരിക്കും. എത്ര വിചാരിച്ചാലും മുഴുവൻ എടുക്കാൻ പറ്റും. അതുകൊണ്ട് ഇതിന് ശേഷം റേഡിയോ ആക്റ്റീവ് അയഡിൻ 131 എന്ന് പറഞ്ഞൊരു മരുന്നുണ്ട്, റേഡിൻ. അത് വെച്ചൊരു സ്കാൻ ചെയ്യുമ്പോൾ എത്ര ബാക്കിയുണ്ട്, എത്ര ക്വാണ്ടിറ്റി ബാക്കിയുണ്ട്, എത്രത്തോളം അതിന് പ്രാധാന്യം കൊടുക്കണം എന്നുള്ളത് ഈ സമയം കൊണ്ട് തന്നെ നമുക്ക് പെത്തോളജി റിപ്പോർട്ട് കിട്ടും. പെത്തോളജി റിപ്പോർട്ടൊക്കെ ആയിട്ട് നമ്മൾ അതിനെ ഗ്രേഡ് ചെയ്യും. ലോ റിസ്ക്, ഹൈ റിസ്ക്, ഇൻ്റർമീഡിയറ്റ്. ചിലർ ഇൻ്റർമീഡിയറ്റിനെ തന്നെ ലോ ഹൈ ആയിട്ട് എടുക്കാറുണ്ട്. ലോ റിസ്ക് ആണെങ്കിൽ സാധാരണ ഒരു ചെക്കപ്പ് മാത്രം മതി, ഫോളോ അപ്പ് മാത്രം മതി. അദ്ദേഹം പറഞ്ഞു, ജയകുമാർ ഡോക്ടർ പറഞ്ഞ പോലെ അതിൽ തൈറോഗ്ലോബുലിൻ എന്ന് പറഞ്ഞൊരു ബ്ലഡിലെ മാർക്കറും കൂടി പീരിയോഡിക്കായിട്ട് ചെയ്യണം. ഒരു 6 മാസമോ കൂടുമ്പോൾ ആദ്യത്തെ 2-3 കൊല്ലത്തേക്ക്. പിന്നെ ആണ്ടിലൊരിക്കലും മതി. തൈറോഗ്ലോബുലിൻ പ്രധാനപ്പെട്ട ടെസ്റ്റാണ്. പിന്നെ തൈറോയ്ഡ് ഗുളിക മാത്രമേ, അത് നമ്മൾ ലൈഫ് ലോങ് കഴിക്കണമല്ലോ, തൈറോയ്ഡ് എടുത്ത് മാറ്റിയതില്ല. ആ ഡോസേജ് കറക്റ്റാണോ എന്നറിയാൻ TSHും 6 മാസത്തിലൊരിക്കൽ TSHും കൂടി നോക്കണം. നേരത്തെ സ്കാൻ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഹൈ റിസ്ക് ഒന്നും കൂടെ വന്നു കഴിഞ്ഞാൽ റേഡിയോ അയഡിൻ ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം. രണ്ടാമത്തെ ലൈനായിട്ട് റേഡിയോ ആക്റ്റീവ് അയഡിൻ തന്നെ ഡോസ് കൂട്ടി, സ്കാൻ ഉപയോഗിക്കുന്ന ചെറിയ ഡോസിലാണ്. ചെറിയ ഡോസിൽ സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ കഴുത്തിലുണ്ടെന്ന് കണ്ടുപിടിച്ചത്. ഹൈ ഡോസിൽ കൊടുക്കുമ്പോൾ ഇത് ഇൻറ്റേർണൽ സർജറി മാതിരിയാണ്. ഇത് സെല്ലിനകത്ത് പോയിട്ട് ആ സെല്ലിനകത്തുനിന്ന് നശിപ്പിച്ചാലാണ്, പുറത്തും ഒരു പാടുപോലും വരിയില്ല. റേഡിയേഷൻ്റെ പാർശ്വഫലങ്ങൾ പറഞ്ഞാൽ നമുക്ക് അടുത്ത് പറയാം. ഈ രീതിയിൽ ഒരു താരതമ്യേന ചെറിയ ഡോസ് എന്ന് പറയാം. അത് വെച്ചൊരു 50 യൂണിറ്റോ 50 യൂണിറ്റോ കൊടുക്കുമ്പോൾ സാധാരണഗതിയിൽ ഇത് പൂർണ്ണമായിട്ടും പോയി കിട്ടും. ഇത് പോകുന്നതുകൊണ്ട്, ബാക്കിയിരിക്കുന്ന തൈറോയ്ഡ് ടിഷ്യൂ പോകുന്നതുകൊണ്ടുള്ള പ്രധാന ഗുണം, ഒന്ന് അവിടെ അസുഖം ഉണ്ടല്ലോ എന്നുള്ള പേടി വേണ്ട. രണ്ടാമത്, ഈ തൈറോഗ്ലോബുലിൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ തൈറോയ്ഡ് ടിഷ്യൂ അവിടെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് കൂടി വന്നേക്കാം. തൈറോയിഡൈറ്റിസ് മുതലായ അസുഖങ്ങൾ വരുമ്പോൾ അപ്പോൾ TGയുടെ വാല്യൂ, തൈറോഗ്ലോബുലിൻ ടെസ്റ്റിൻ്റെ വാല്യൂ വളരെയധികം കൂടുന്നു, ഗണ്യമായിട്ട് കൂടുന്നു, ഒട്ടും ബാക്കിയില്ലെങ്കിൽ. പിന്നെ ഇത് നമ്മൾ ആ സ്കാൻ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ പേഷ്യൻ്റ് വരുമ്പോൾ തന്നെ എവിടെയെങ്കിലും മറ്റ് ലക്ഷണങ്ങളുമായിട്ടായിരിക്കും വരിക. ഇപ്പോൾ ഒരു പേഷ്യൻ്റുണ്ട്,
നെഞ്ചിൽ എല്ലിൽ ഒരു മുഴയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ കക്ഷിക്ക് റേഡിയോ അയോഡിൻ സ്കാൻ ചെയ്യുമ്പോൾ തൈറോയിഡിലെ അപ്റ്റേക്ക് ഉണ്ടോ എന്ന് മാത്രമല്ല, ഇവിടെ അപ്റ്റേക്ക് ഉണ്ടോ എന്നും കൂടി നോക്കണം. അല്ലെങ്കിൽ ചിലപ്പോൾ കാലിലാവാം, വേറെ എവിടെ ഒന്ന് വരാമല്ലോ. ഇങ്ങനെയുള്ളതിന് സെക്കൻഡറീസാണ് നമ്മൾ അറിയാം, സെക്കൻഡറീസാണ് വരുന്നത്. ആ ഇതിനും റേഡിയോ അയോഡിൻ തന്നെയാണ് ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള ചികിത്സ. റേഡിയോ ആക്റ്റീവായിട്ട് പക്ഷേ അതിൻ്റെ ഡോസ് കൂട്ടേണ്ടി വരും. എല്ലിനാണെങ്കിൽ 10-200 യൂണിറ്റ് വരെ കൊടുക്കണം. പക്ഷേ ഫലപ്രദമായിട്ടുള്ള ചികിത്സയാണ്. ഈ പറഞ്ഞ മാതിരി എക്സ്റ്റേണൽ റേഡിയോതെറപ്പി പോലെയല്ല, പുറത്തുനിന്നല്ലല്ലോ, പേഷ്യൻ്റ് തന്നെ റേഡിയോ ആക്റ്റീവ് ആവുകയാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൽ നിന്ന് തന്നെ ഉപയോഗിക്കാവുന്നതാണ്. വീട്ടിൽ പോകുന്നത് നമ്മൾ റേഡിയേഷൻ ലെവൽ നോർമലാക്കിയിട്ടേ വിടുകയുള്ളൂ. അഡ്മിറ്റ് ചെയ്യും. റേഡിയേഷൻ ലെവൽ കുറയുമ്പോഴേ വീട്ടിൽ പോകാൻ പറ്റും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ തന്നെയും കൊച്ചുകുട്ടികളോ പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീകളായിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോകാൻ പാടില്ല. ഒരാഴ്ചയെങ്കിലും ഞങ്ങൾ 2 ആഴ്ചയാണ് പറയാറ്. ചിലപ്പോൾ കെയർഫുള്ളായിട്ട് വേണം ഇരിക്കാൻ. ബസ്സിലും മറ്റും യാത്ര ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കണം. അടുത്തുള്ള ആൾക്കാർ നല്ല തിരക്കുള്ള ബസ്സൊക്കെ ഒഴിവാക്കുക, കഴിയുന്നിടത്തോളം ട്രാൻസ്പോർട്ടേഷൻ ഒഴിവാക്കുക. ഈ ചികിത്സകൾ കഴിയുമ്പോൾ സാധാരണഗതിയിൽ പ്രശ്നമൊന്നുമില്ലാതെ പോകും. പിന്നെ ചിലർക്ക് ഇതുകൊണ്ട് കൺട്രോളായി കിട്ടുന്നില്ലെങ്കിൽ പുതുതായിട്ടുള്ള ലെൻവാറ്റിനിബ് അങ്ങനെയൊക്കെയുള്ള കുറച്ച് ഗുളികകളുണ്ട്, അത് കൊടുക്കാറുണ്ട്. അത് വെച്ച് നമ്മുടെ പേഷ്യൻസ് ഒരുപാട് പേര് ലോങ് ടേം ഫോളോ ഇപ്പോൾ ഇരിക്കുന്നുണ്ട്, പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കുന്നുണ്ട്. പാർശ്വഫലങ്ങൾ ചോദിച്ചല്ലോ. പാർശ്വഫലങ്ങൾ എന്ന് പറയാൻ റേഡിയോ അയോഡിൻ ഒരു കമ്പാരിറ്റീവ്ലി സേഫ് മരുന്നാണ്. ഒരു 60-70 വർഷമായിട്ട് ഉപയോഗിക്കുന്ന മരുന്നാണ്. അതിൽ പാർശ്വഫലങ്ങൾ വളരെ കുറവാണ്. പ്രധാനമായിട്ട് ഉള്ളത് നമ്മുടെ തൈറോയ്ഡ് ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് വരുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലം ഈ സലൈവറി ഗ്ലാൻഡിലാണ്, തുപ്പലുണ്ടാകുന്ന ഗ്ലാൻഡുകളിൽ. അപ്പോൾ അതിന് ഡാമേജ് വന്നു കഴിഞ്ഞാൽ തുപ്പലിൻ്റെ കുറവ് വരും. തുപ്പലിൻ്റെ കുറവ് വന്നു കഴിഞ്ഞാലേ അതിൻ്റെ പ്രശ്നങ്ങൾ എന്തോന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കാരണം പിന്നെ തൊണ്ട എപ്പോഴും ഡ്രൈ ആയിരിക്കും. ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു കാര്യം അറിയില്ല, ശബ്ദം ശരിയാവത്തില്ല, ടേസ്റ്റ് അറിയാൻ പറ്റില്ല, കുറച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വരും. അതുകൊണ്ട് നമ്മൾ അയോഡിൻ കൊടുത്തു കഴിയുമ്പോൾ നാരങ്ങയോ വൈറ്റമിൻ സിയോ മറ്റോ നാക്കിൽ തൊടാൻ പറയും. അത് വരുമ്പോഴേക്കും തുപ്പൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുകയും ഈ പാർശ്വഫലം കുറയ്ക്കാനും പറ്റും, നല്ലോണം കുറയ്ക്കാൻ പറ്റും. അപ്പോൾ റേഡിയോ അയോഡിൻ കാരണം മറ്റ് ക്യാൻസേഴ്സ് ഉണ്ടാവുമോ? ദേഹത്തിൻ്റെ ഉള്ളിൽ റേഡിയേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് കോശങ്ങളെ ബാധിക്കുകയും അങ്ങനെ ക്യാൻസർ ഉണ്ടാവുമോ എന്നുള്ള പേടിയുണ്ടാവും. പക്ഷേ റേഡിയോ അയോഡിൻ അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. കാരണം ഒരു റേഡിയേഷൻ കണിക അല്ലെങ്കിൽ അയണൈസിങ് റേഡിയേഷൻ ഒരു കോശത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ആ കോശം കംപ്ലീറ്റായിട്ട് നശിക്കുകയാണെങ്കിൽ അവിടെ ക്യാൻസർ വരാൻ ഒക്കില്ല, അടുത്തല്ലേ ഡെഡാണ്. കംപ്ലീറ്റ് കടന്നു പോവുകയും അതിന് വേണ്ട റിപ്പയർ മെക്കാനിസം വരികയും ചെയ്യണമെങ്കിലും ക്യാൻസർ വരികയില്ല. അപ്പോൾ റേഡിയേഷൻ കടന്നു പോയിട്ട് നാശം ഉണ്ടാവുകയും ഡാമേജ് ഉണ്ടാവുകയും പ്രോപ്പറായിട്ടുള്ള റിപ്പയർ നടക്കാതെ ഇരിക്കുകയും ചെയ്യുമ്പോഴാണ് വരുന്നത്. അത് അപൂർവമായിട്ട് റേഡിയോ ആൻഡിൽ വരാൻ പറ്റുള്ളൂ. അതൊരു ബീറ്റ എമിറ്ററാണ്, നല്ല റേഡിയേഷനാണ് ആ സെല്ലിനകത്ത് കിട്ടുന്നത്, സൈഡിലല്ല. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ക്യാൻസർ വരാനുള്ള ചാൻസ് വളരെ കുറവാണ്. സ്റ്റാറ്റിസ്റ്റിക്സിൽ പറയുന്നുണ്ട് അപൂർവമായിട്ട് ചെറിയ ബ്ലഡ് ക്യാൻസറും മറ്റുമൊക്കെ വരാൻ റിസ്ക് ഉണ്ടെന്ന്. ഞാനിതുവരെ സത്യമായിട്ട് കണ്ടിട്ടില്ല. പിന്നെ റിസ്ക് തീരെ കുറവാണ്. പിന്നെ ജനറ്റിക് പ്രോബ്ലം അടുത്ത ജനറേഷനിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇത് യൂറിൻ വഴിയാണ് പുറത്തേക്ക് പോകുന്നത്. ഇപ്പോൾ കിഡ്നിയിൽ വന്നിട്ട് ബ്ലാഡറിൽ വന്ന് യൂറിനറി ബ്ലാഡറിൽ കിടക്കും. സ്ത്രീകളുടെ കാര്യത്തിൽ ഓവറി തൊട്ടപ്പുറത്താണ് ഇരിക്കുന്നത്, 2 സൈഡിലായിട്ട്. അപ്പോൾ ഓവറി ഡോസ് കുറേ കിട്ടും. അതുകൊണ്ട് ഈ ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ 1 വർഷത്തേക്ക് മിനിമം 1 വർഷത്തേക്ക് പ്രഗ്നൻസി പാടില്ല എന്ന് പറയാറുണ്ട്. അതിപ്പോൾ ചില ഗ്രൂപ്പുകൾ 4 മാസം മതി എന്ന് പറയുന്നു. ഞാനിപ്പോഴും 1 വർഷം തന്നെയാണ് പറയാറ്. പക്ഷേ ഫീറ്റൽ ഡാമേജ് അതും ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. ലിറ്ററേച്ചറിൽ 1-2 കേസുകൾ പറയുന്നതല്ലാതെ അത് കണ്ടിട്ടില്ല. ഇതാണ് പ്രധാനമായിട്ടും പാർശ്വഫലം. ഞാൻ കണ്ടിട്ടുള്ള മെയിൻ പാർശ്വഫലം സലൈവറി ഗ്ലാൻഡിന് വരുന്ന പ്രശ്നങ്ങളാണ്. വയറ്റിനും കുടിക്കുകയാണല്ലോ ചെയ്യുന്നത്. ഇപ്പോൾ വയറ്റിൽ ഗാസ്ട്രൈറ്റിസ്, അട്രോഫിക് ഗാസ്ട്രൈറ്റിസ് ഇതൊക്കെ തിയറി പറയുന്നുണ്ട്, അങ്ങനെ കാണാറില്ല.